നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 1, 2026 ഞായർ. അങ്ങനെ 2026 വർഷത്തെ യൂണിയൻ ബഡ്ജറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയൊരു നിരാശയിലേക്ക് തള്ളിവിടുകയുണ്ടായി. എസ്പെഷ്യലി F&O സെഗ്മെന്റിനെ. തൽഫലമായി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് വലിയ നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. തൽഫലമായി ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് നിഫ്റ്റിയിൽ നിന്നും 800 പോയിന്റുകൾക്ക് അടുത്ത് ചോർന്നു പോകുന്ന കാഴ്ചയും ദൃശ്യമായി. തൽഫലമായി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ഇന്ന് ബഡ്ജറ്റ് ഡേയില് നമ്മുടെ മാർക്കറ്റിനെ വലിയ നഷ്ടത്തിലേക്ക് തള്ളിവിടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. എങ്കിലും നിഫ്റ്റിക്ക് പിന്നീട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയും ചെയ്തു. തൽഫലമായി ഇന്ന് 25,440 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. തുടർന്ന് ബഡ്ജറ്റിന്റെ ആരംഭം വരെ ഒരു റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് സെഷൻ ആയിരുന്നു നമുക്കിന്ന് കാണുവാൻ സാധിച്ചിരുന്നതും, ഏകദേശം ആദ്യത്തെ 1.25 മണിക്കൂറോളം. തുടർന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മാർക്കറ്റിൽ ചാഞ്ചാട്ടവും അനുഭവപ്പെടുവാൻ തുടങ്ങി. തുടർന്ന് ഉച്ചയ്ക്ക് 12:10 കൂടി ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും F&O സെഗ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് STTയുടെ വർധനവ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് 12:10 കൂടി അതിശക്തമായ ഇടിവ് മാർക്കറ്റിന് നേരിടേണ്ടി വന്നു. തൽഫലമായി 20 മിനിറ്റുകൾ കൊണ്ട് നിഫ്റ്റിക്ക് ഏകദേശം 800-ലേറെ പോയിന്റുകൾ ചോർന്നു പോവുകയും ഉണ്ടായി. മാത്രമല്ല ഇന്ന് നിഫ്റ്റിയിൽ 900 പോയിന്റുകൾക്ക് അടുത്ത് ട്രേഡിംഗ് റേഞ്ചും ക്രിയേറ്റ് ചെയ്തപ്പോൾ സെൻസെക്സിൽ 3000 പോയിന്റുകൾക്ക് അടുത്തും ബാങ്ക് നിഫ്റ്റിയിൽ 2000 പോയിന്റുകൾക്ക് അടുത്തും ട്രേഡിംഗ് റേഞ്ചുകൾ ക്രിയേറ്റ് ചെയ്യുകയും ഉണ്ടായി. മാത്രമല്ല ഇന്ന് ഇന്ത്യ വിക്സിലും അതിശക്തമായ ഉയർച്ചയാണ് അനുഭവപ്പെട്ടതും. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഇന്നത്തെ ഡേ ലോയായ 24,571 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് 495 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 24,825 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 1,546 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 1,193 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് ആകെ 953 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,940 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ONGC, SBI, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, അദാനി പോർട്സ്, ഭാരത് ഇലക്ട്രോണിക്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ ശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ വിപ്രോ, TCS, സൺഫാർമ, മാക്സ് ഹെൽത്ത് കെയർ, ഇൻഫോസിസ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ അതിശക്തമായ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് അതിശക്തമായ ഇടിവ് നേരിടേണ്ടി വന്നതിനെ തുടർന്ന് മിഡ് ക്യാപ്പിന് 2.2% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് 2.8% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ IT മേഖലയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ മെറ്റൽ ഇൻഡെക്സിന് 3.8%, PSU ബാങ്ക് ഇൻഡെക്സിന് 4%, ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിന് 2.7% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സിന് 3% നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. കൂടാതെ 2027 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ നാമമാത്രമായ വളർച്ച 10% ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ കണക്കാക്കുകയുമുണ്ടായി. ഇത് മുൻ സാമ്പത്തിക വർഷത്തിലെ 10.1% നിന്നും കുറവായിട്ടാണ് രേഖപ്പെടുത്തുകയുമുണ്ടായത്. ഇന്ന് എല്ലാ മേഖലകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റി ITക്ക് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല ഇന്നത്തെ ഡേ ലോയിൽ നിന്നും 4% നേട്ടവും നിഫ്റ്റി ITക്ക് കൈവരിക്കുവാൻ സാധിച്ചു. ഇതിന് പ്രധാനമായും നയിച്ചത് ഇന്ന് നടന്ന 2026 യൂണിയൻ ബഡ്ജറ്റില് ധനകാര്യമന്ത്രി ബൈബാക്കിന്റെ ടാക്സേഷൻ റിവൈസ് ചെയ്തതിനെ തുടർന്നാണ് IT മേഖലയെ ഇന്ന് ഉണർവിലേക്ക് നയിക്കാനും ഇടയാക്കിയത്. ഈ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഓഹരി തിരികെ വാങ്ങൽ വരുമാനത്തിന് മൂലധന നേട്ടമായി നികുതി ചുമത്തും. യഥാർത്ഥ സാമ്പത്തിക നേട്ടത്തിന് മാത്രമേ നികുതി ചുമത്തൂ എന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ഇതിനെ തുടർന്നാണ് ഇന്ന് നിഫ്റ്റി ITക്ക് ഇത്ര മോശമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതും. കൂടാതെ 5 മെഡിക്കൽ ടൂറിസം ഹബ്ബുകളുടെ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് മാക്സ് ഹെൽത്ത് കെയർ തുടങ്ങിയ മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റോക്കുകളിൽ 4% ഉയർച്ചയും അനുഭവപ്പെടുകയുണ്ടായി. ഇന്ന് ആദ്യഘട്ടത്തില് ഡിഫൻസ് സെക്ടറിൽ ഉയർച്ച അനുഭവപ്പെട്ടെങ്കിലും തുടർന്ന് വന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ എക്സ്പെക്ടേഷനൊത്ത് ബഡ്ജറ്റിൽ പ്രഖ്യാപനം വരാത്തതിനെ തുടർന്ന് BDL, GRSE തുടങ്ങിയ ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇൻട്രാഡേ ബേസിസിൽ 14% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്ന് ഡിഫൻസ് ഇൻഡെക്സിനും 9% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയുമുണ്ടായി. അതേസമയം 2000 കോടി രൂപയുടെ UPI ഇൻസെന്റീവ് അനൗൺസ്മെന്റ് വന്നതിനെ തുടർന്ന് പേടിഎം, മൊബിക്വിക്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടവും കൈവരിക്കുവാൻ
നേടുവാൻ സാധിച്ചു. ഇന്ന് ധനകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ പുതിയ സെമി കണ്ടക്ടർ മിഷൻ 2.0 അവതരിപ്പിച്ചതിനെ തുടർന്ന് CG പവർ തുടങ്ങി സെമി കണ്ടക്ടർ സ്റ്റോക്കുകളിലും ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. ഇതിൻ പ്രകാരം ഉപകരണങ്ങളും വസ്തുക്കളും നിർമ്മിക്കുക, ഇന്ത്യൻ IP പൂർണ്ണമായി സ്റ്റോക്ക് ചെയ്യുക, വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പുതിയ പതിപ്പിന്റെ ലക്ഷ്യമെന്ന് ഇന്നത്തെ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി പ്രസ്താവിക്കുകയുമുണ്ടായി. അതേസമയം തന്നെ ടൂറിസം നയിക്കുന്ന വളർച്ച വർദ്ധിപ്പിക്കുന്നതിനായി പൈതൃക സ്ഥലങ്ങൾ വികസിപ്പിക്കുക, ടൂറിസം ഹബ്ബുകൾ സ്ഥാപിക്കുക, മൗണ്ടൻ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുക തുടങ്ങിയ ധനമന്ത്രിയുടെ നിർദ്ദേശങ്ങളെ തുടർന്ന് ടൂറിസം സ്റ്റോക്കുകളായ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് തുടങ്ങി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ 10% ഉയർച്ച ഇൻട്രാഡേ ബേസിസിലും അനുഭവപ്പെട്ടു. അതേസമയം ഇന്ന് F&O സെഗ്മെന്റില് STT വർധനവിന്റെ പ്രഖ്യാപനം വന്നതിനെ തുടർന്ന് BSE, ഏഞ്ചൽ 1, ഗുരോ തുടങ്ങിയ ക്യാപിറ്റൽ ഗുഡ്സ് സ്റ്റോക്കുകളുടെ ഓഹരി വിലയിൽ 10% ഇടിവ് ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുമുണ്ടായി. ഇനി നമുക്ക് ഇന്ന് യൂണിയൻ ബഡ്ജറ്റ് ഡേയിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്ന് നടത്തിയ യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾ ഓൾറെഡി പല സോഴ്സിൽ നിന്നും വിവരങ്ങളൊക്കെ ഒട്ടുമിക്കതും അറിഞ്ഞിരിക്കും. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റ് ഡേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്ന നടപടികൾ. എന്നാൽ ഒരു വർഷത്തിലേറെ കാലമായി അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ബഡ്ജറ്റിൽ വന്ന പുതിയ പ്രസ്താവനകൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിന് ഇരുട്ടടിയായിട്ട് തന്നെ മാറി. ഇന്ന് വന്ന പ്രഖ്യാപന പ്രകാരം എസ്പെഷ്യലി ഇത് F&O സെഗ്മെന്റുകളെയാണ് ബാധിക്കാൻ വേണ്ടി പോകുന്നതും. അതായത് ഫ്യൂച്ചറിന് മുകളിലുള്ള STT 150%, ഓപ്ഷൻസിന്റെ മുകളിലുള്ള STT 50% അധികവും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഇന്ന് വരികയുണ്ടായത്. അതിന് പ്രകാരം ഫ്യൂച്ചർ കോൺട്രാക്ടിന് മുകളിലുള്ള STT നിലവിലെ 0.02% നിന്നും 0.05% വർദ്ധിപ്പിക്കും. അതേസമയം ഓപ്ഷൻസിൽ നിലവിലുണ്ടായിരുന്ന 0.1% നിന്നും 0.15% STT വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് നയിക്കുകയും ഉണ്ടായത്. ഇനി ഇതിന്റെ ഒരു അലയൊലികൾ നാളെ നമ്മുടെ മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രഖ്യാപനം ഇന്ത്യൻ F&O മാർക്കറ്റിലുള്ള വൻ സ്രാവുകൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. നമ്മളെ പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സിനെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കും എന്നുണ്ടെങ്കിലും വൻ സ്രാവുകളെയും ഫണ്ട് ഹൗസുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം STTയുടെ വർധനവ് അവരുടെ പ്രോഫിറ്റിനെ അത് സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ വീണ്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നടത്താൻ പോകുന്ന ആക്ടിവിറ്റികൾ ഈ വരുന്ന ആഴ്ചയിൽ, അതായത് നാളെ തുടങ്ങി നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ വീണ്ടും ഇത് അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് സെല്ലിംഗ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. ഇതിനായിട്ട് ഗവൺമെന്റ് പറയുന്ന വാദം നിലവിലെ ഇന്ത്യൻ മാർക്കറ്റിലെ സ്പെക്കുലേഷൻ കുറയ്ക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ് STTയുടെ വർധനവ് പ്രഖ്യാപിച്ചതെന്നുള്ള പ്രസ്താവനയുമാണ് വരികയും ഉണ്ടായത്. എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ ഒരു ക്ഷീണം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിൽ കണ്ടു തന്നെ അറിയണം. ഇന്ത്യ വിക്സില് നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് പറയുന്നുണ്ട്, പൊതുവെ ബഡ്ജറ്റ് ഡേയിൽ ഇന്ത്യ വിക്സ് അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുവാനുള്ള സാധ്യതകളെ കുറിച്ച്. എന്നാൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ച പോലെ തന്നെ 16 എന്ന ലെവൽ ഇന്ത്യ വിക്സ് മറികടക്കുകയും ഉണ്ടായി. മാത്രമല്ല ഏകദേശം 15% ഉയർച്ചയും തൽഫലമായി ഇൻട്രാഡേ ബേസിസിൽ ഇന്ത്യ വിക്സിൽ അനുഭവപ്പെടുകയും ഉണ്ടായി. ക്ലോസിംഗ് ബേസിസിൽ 10.71% ഉയർച്ചയോടുകൂടി 15.09 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും ഇന്ത്യ വിക്സ് രേഖപ്പെടുത്തുകയുണ്ടായത്. ഇന്ന് ഇന്ത്യ വിക്സിൽ ഉണ്ടായ ഉയർച്ചയെ തുടർന്നും മാർക്കറ്റിലുണ്ടായ ഹൈ വോളറ്റാലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കണ്ടു ഓപ്ഷൻ പ്രൈസിലൊക്കെ ഉണ്ടായ വർധനവ്, എസ്പെഷ്യലി പുട്ട് സൈഡിലേക്കൊക്കെ ഈ വരുന്ന ചൊവ്വാഴ്ചയിലേക്കുള്ള പുട്ട് സൈഡിലേക്കുള്ള നിഫ്റ്റിയുടെ ലാസ്റ്റ് ലെഗായ 23,300 എന്ന സ്ട്രൈക്കില് 1.9 എന്ന ലെവലിലേക്ക് എത്തിച്ചേർന്നെങ്കിലും തുടർന്ന് മാർക്കറ്റിലുണ്ടായ അതിശക്തമായ ഇടിവിനെ തുടർന്ന് ഏകദേശം 12 രൂപയിലേക്ക് മുകളിൽ 5-6 മടങ്ങോളം ഓപ്ഷൻ പ്രീമിയം വർദ്ധിക്കുകയുണ്ടായി. എന്നാൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എത്ര പേർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യത്തിലും സംശയമാണ്. കാരണം ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ മാർക്കറ്റ് തിരിച്ചു വന്നതിനെ തുടർന്ന് ഓപ്ഷൻ പ്രീമിയംസ് ഒക്കെ കൊളാപ്സ് ആവുകയും ചെയ്തു. എങ്കിലും ഉയർന്ന നിലയിൽ തന്നെയായിട്ടാണ് ഇന്നത്തെ മാർക്കറ്റിന്റെ അവസാന ഘട്ടത്തിലും പുട്ട് സൈഡിലേക്കുള്ള പ്രീമിയംസ് ഒക്കെ നിലനിൽക്കുന്നതും. ഇനിയാകെ 2 ട്രേഡിംഗ് സെഷൻ മാത്രം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടി പോലും. ഇതിനെല്ലാം പുറമെ ഇന്ന് നിഫ്റ്റി PSU ബാങ്കിൽ അനുഭവപ്പെട്ട അതിശക്തമായ സെല്ലിംഗ് പ്രഷറും നമ്മുടെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയുണ്ടായി. തൽഫലമായി ഇന്ന് നിഫ്റ്റി PSU ബാങ്കിന് 502 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി ഏകദേശം 5.5% നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. തൽഫലമായി ഇന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ സ്റ്റോക്കുകളിൽ 6% മുതൽ 7% ഇടിവ് നേരിടേണ്ടി വന്നു. യൂക്കോ ബാങ്കിന് 2%, പഞ്ചാബ് സിന്ധ് ബാങ്കിന് 2.7% നഷ്ടം നേരിടേണ്ടതായിട്ടും വന്നു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിഭീകരമായ ഒരു നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്.
ഇന്ന് യൂണിയൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ സംഘടിപ്പിച്ചതിനാൽ തന്നെ വീക്കെൻഡ് ആയതിനാലും പ്രത്യേകിച്ച് സ്റ്റോക്കിംഗ് ന്യൂസുകളൊന്നും ഇല്ല. ഏവർക്കും ശുഭരാത്രി നേരുന്നു. ഇനി നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.